അപ്പോൾ നമ്മുടെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഡെസേർട്ടാണ്. നോ ഷുഗറാണ്. നമുക്ക് ഷുഗർ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഡെസേർട്ട് ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. ഐസ്ക്രീം ഒന്നും മേടിക്കാൻ പോണ്ട. ഇതൊക്കെ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഹലോ ഗായ്സ്, ഇന്നൊരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഷുഗറേ ഇല്ല, ഒള്ളി നാച്ചുറൽ ഷുഗർ. അപ്പം ഞാൻ 2 ബനാന എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് പഴുത്തതാണ്. അപ്പം ഇത്രയും പഴുത്ത് കഴിഞ്ഞാൽ ആർക്കും അത് കഴിക്കാനൊന്നും താല്പര്യമില്ല. അപ്പം ഞാൻ ഇത്രയും പഴുത്ത ബനാന കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഡെസേർട്ടാണ്. അപ്പം നല്ലതാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് നന്നായി പഴുത്തതായതുകൊണ്ട് ഒരു ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന 2 ഡെസേർട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് ഞാൻ ബീട്രൂട്ട് പൗഡർ മേടിച്ചിട്ടുണ്ട്. ഇത് വെരി ഹെൽത്തിയാണ്. നമുക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്താലും മതി. അപ്പം ഞാനിത് ഇടയ്ക്ക് എൻ്റെ റെസിപ്പികളിലൊക്കെ കളർ കിട്ടാനായിട്ട് ഈ ബീട്രൂട്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ചിയാ സീഡ് ഉണ്ട്. അപ്പോൾ ചിയാ സീഡും ഈ റെസിപ്പിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു ബനാന എടുത്തു. ഇനി ഇത് നന്നായിട്ട് ഈ ഫോർക്ക് വെച്ച് ഇങ്ങനെ മാഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നന്നായിട്ടൊക്കെ മാഷ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ 1 കപ്പ് യോഗട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബനാന മാഷ് ചെയ്തിലേക്ക്. ഇത് പ്ലെയിൻ യോഗട്ടാണ്. ഇത് യാതൊരു ഫ്ലേവറും ഉള്ളതല്ല, ഷുഗറും ഉള്ളതല്ല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ബനാന പീൽ ചെയ്തതും ബ്ലെൻഡ് ചെയ്തതും ഈ യോഗട്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ബനാനയുടെ നാച്ചുറൽ ഷുഗറും യോഗട്ടിൻ്റെ ഈ ടെക്സ്ചറും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഫോമിലായിട്ട് ഇത് കിട്ടും. ബനാന നമ്മൾ എന്നും ഒരെണ്ണം കഴിക്കുന്നത് നമുക്ക് നല്ലതാണ്. റിച്ച് ഇൻ പൊട്ടാസ്യമാണ്, ലോട്ട് ഓഫ് ഫൈബർ ഉണ്ട്. അതുകൂടാതെ നാച്ചുറൽ ഷുഗറും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിൽ ചിയാ സീഡാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഈ ടെക്സ്ചറിലാണ് ഇത് വന്നത്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ഒരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാൻ പോവുകയാണ്. ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി ചിയാ സീഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ചിയാ സീഡിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ഒമേഗ 3 ഉണ്ട്, പിന്നെ റിച്ച് ഇൻ ഫൈബറാണ്, ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പം ഞാനിത് 2 പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഒരു പാത്രത്തിൽ കുറച്ച് ബീട്രൂട്ട് പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴാണ് അതിൻ്റെ ആ തിക്നെസ് ആയി വരുള്ളൂ. നമ്മുടെ ചിയാ സീഡൊക്കെ ഒന്ന് ഇതിൻ്റെ അകത്ത് സോക്ക് ചെയ്തിട്ട് നല്ല തിക്കായിട്ട് വരും. ഇത് അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരെണ്ണത്തിൽ ഞാൻ ബീട്രൂട്ട് പൗഡർ മിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ബീട്രൂട്ട് പൗഡറിൽ ഷുഗറൊന്നും ഉള്ളതല്ല. അത് നമ്മൾ അതിൻ്റെ പാക്കറ്റ് നോക്കി വാങ്ങിക്കണം. നോ ഷുഗർ ആഡഡ് ആണ്. ഉള്ളി ബീട്രൂട്ട് അവർ മെഷീനിൽ ഡ്രൈ ആക്കിയിട്ട് പൊടിച്ച് വെച്ചേക്കണയാണ്. ഇതിൻ്റെ അകത്ത് വേറെ ഒരു ആർട്ടിഫിഷ്യൽ സാധനങ്ങളും ഇല്ല. നമുക്കിത് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ഈസിയാണല്ലോ. നമ്മളത് ചെയ്തു വരുന്ന നേരം കൊണ്ട് ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതുമാണ്. പെട്ടെന്ന് നമുക്ക് ഓരോ റെസിപ്പികളൊക്കെ ഉണ്ടാക്കാൻ ഇതെടുക്കാം. ഫുഡ് കളർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് മിക്സ് ചെയ്തു. അപ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് ഞാൻ 2 ടൈപ്പിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് നമ്മുടെ മറ്റേ പഴം ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ ചെയ്യണ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതേ നമ്മുടെ പഴം ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം, നമ്മുടെ ഡെസേർട്ടിൻ്റെ മുകളിലിടാനായിട്ടാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. ബട്ടർ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ പഴം ഇടുവാണ്. ഇതുപോലെ പഴം ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡും ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പം നമുക്കത് ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇത് ശരിയായി കിട്ടും. ഷുഗർ ഇടണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് 1 ടീസ്പൂൺ ഷുഗറൊക്കെ ഇടാം. ഞാനിപ്പോൾ ഷുഗർ ഇടുന്നില്ല. ഇത് ഷുഗർ ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മുടെ പഴം ഏതാണ്ടായി, ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇനി തണുത്തിട്ടാണ് നമുക്കിത് ഡെസേർട്ടിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് വാൾനട്ട് എടുത്തിട്ടുണ്ട്, അത് പൊടിച്ച് ഇതിൻ്റെ മുകളിൽ ഇടാനാണ്. അപ്പോൾ ഞാനത് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ 2 ഡെസേർട്ടും റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഈ 2 ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ബീറ്റ്റൂട്ട്. ഇനി നമ്മുടെ പഴം ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഡെസേർട്ടാണ്, നോ ഷുഗറാണ്. ഞാൻ ഇനി കുറച്ച് വാൾനട്ടും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പം നമുക്ക് വാൾനട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ബദാമോ പീനട്ടോ കാഷ്യൂസോ എന്തെങ്കിലും പൊടിച്ചിട്ടാലും മതി. നമുക്ക് ഷുഗർ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഡെസേർട്ട് ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. ഐസ്ക്രീം ഒന്നും മേടിക്കാൻ പോണ്ട. ഇതൊക്കെ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അടിപൊളിയല്ലേ? എല്ലാം നല്ല സാധനങ്ങളുള്ളൂ. എങ്ങനെയുണ്ട് ഇന്നത്തെ ഡെസേർട്ടിൻ്റെ റെസിപ്പി? ഒരു കമൻ്റൊക്കെ ഇടണേ മറന്നുപോലെ. താങ്ക് യു. അടിപൊളിയാണ്, സൂപ്പറാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഷുഗർ ഇട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നതിന് പകരം ഇങ്ങനെ കഴിച്ചു നോക്കൂ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. മധുരം ഇട്ടിട്ടില്ല എന്ന് ആരും പറയില്ല. നമ്മുടെ പഴത്തിൻ്റെ ആ മധുരം അത് മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല രുചിയുണ്ട്. കണ്ടോ? അടിപൊളി കേട്ടോ.